നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭയായിരിക്കും. UDF ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. 9 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായി വിധിയെഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. വൻകിട വികസന പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. UDF ഗവൺമെന്റ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും കൊച്ചി മെട്രോയാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എല്ലാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ്. ആ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന പൂർത്തീകരണമല്ലാതെ മറ്റ് പുതിയ ഒരു വികസന പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഡൽഹി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇനിയും ഭരണം അവസാനിക്കാൻ 7 മാസം മാത്രമുള്ളപ്പോൾ ഡൽഹിയിൽ പോയി എന്ത് വികസന പദ്ധതി കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കുക മാത്രമാണ്. സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോറ്റമ്മയെ മറക്കുന്ന കുട്ടികളുടെ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുകയും ആ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏക ജോലിയാണ് ഇപ്പോൾ ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, കേരള ജനതയുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് 9 വർഷത്തെ ഈ അഴിമതി ഭരണത്തിനെതിരായി വോട്ട് വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ മത്സരം UDFും LDFും തമ്മിലാണ്. BJP ചിത്രത്തിലില്ല, മറ്റാരും ചിത്രത്തിലില്ല എന്നുള്ളതാണ് സ്ഥിതി. BJP പറയുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെയും ആവർത്തിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഹിന്ദു പത്രത്തിന് അദ്ദേഹം പണ്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അത് ഡൽഹിയിലെ തന്റെ യജമാനന്മാരായ BJPക്കാരെ അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ വഞ്ചകന്മാരാണ് എന്നുള്ളതാണ്. ഈ നാട് വഞ്ചനയ്ക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം. മതേതരത്വത്തിന്റെ മകുട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി എങ്ങനെ പറയുന്നു? ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ VS അച്യുതാനന്ദനാണെങ്കിലും അച്യുതാനന്ദൻ അന്ന് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കുന്നവരാണ്. പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിനെതിരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നാണ്. ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത്. ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല. ഈ വർഗീയമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം CPM നേതാവ് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മുഖ്യമന്ത്രി ഹിന്ദുവിനോട്
ഹിന്ദുവിൽ തിരുത്തിയതുപോലെ ഈ വാർത്തയും ഈ പ്രസംഗവും തിരുത്തുകയാണ് വേണ്ടത്. ഇപ്പം മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും മലപ്പുറത്ത് ഒറ്റക്കെട്ടായി നിന്നു. ഞാന് തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണ്. ശ്രീമാൻ AK ആന്റണി മത്സരിച്ച തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിൽ അന്ന് ബഷീറും ഞങ്ങളും ഒക്കെ ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു, ജോയിയൊക്കെ. AK ആന്റണിക്ക് ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിലെ ജനത നൽകിയത്. അതേ പാറ്റേണിലായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ മുന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും അരയും തലയും മുറുക്കി ഞങ്ങളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രവും. അതാണ് ഞാൻ തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് AK ആന്റണി വിജയിപ്പിക്കാൻ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിലമ്പൂരിൽ നടക്കുന്ന ഈ പോരാട്ടം. കോൺഗ്രസിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ LDFും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പുതുതായിട്ടൊന്നും പറയാനില്ല. LDF ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ നേട്ടങ്ങൾ ബോധ്യപ്പെടുന്നില്ല. 9 വർഷത്തെ ഭരണം കൊണ്ട് എന്തുണ്ടായി? ഇവിടെ മലയോര മേഖലയിലെ ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ആനയിറങ്ങി ആളുകളെ കൊല്ലുന്നു, പുലി പിടിക്കുന്നു, ഹിംസ്ര ജീവികൾ ഇറങ്ങി സാധാരണ മലയോര കർഷകന്റെ ജീവിതത്തെ വേട്ടയാടുന്നു. 9 വർഷമായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തു?